മലബാറിൽ ബ്രിട്ടീഷ് അധിനിവേശം കൊടുമ്പിരികൊണ്ടിരുന്നു 18-ാം നൂറ്റാണ്ട്. കോഴിക്കോട് സാമൂതിരിയുടെ സാമ്രാജ്യത്തിൽ കച്ചവട പ്രാമുഖ്യം ഉറപ്പിച്ച വെള്ളക്കാർ വയനാടൻ മലയടി വാരം വരെ. എന്നാൽ മൈസൂർ സുൽത്താൻ ടിപ്പുവിന്റെ ഒളിപ്പോരാളികൾ കണ്ടെടുത്തിരുന്ന കുറ്റ്യാടി ചുരം മാത്രമായിരുന്നു അവർക്ക് അവിടേക്ക് എത്തിച്ചേരാമെന്നുള്ളതിന്റെ ഏകമാർഗം. അതാകട്ടെ വളരെ ദുർഘടം പിടിച്ചത്. എന്നാൽ പിന്നീട് ഈ പാത ഒരുങ്ങിയാൽ മൈസൂരിലും തെക്കേ ഇന്ത്യയിലും ഒരു വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാം എന്ന് എഞ്ചിനീയർ ഗവർണർ സാഹിബ് അറിയിച്ചു. ഇനി എന്താണ് ഒരു പോംവഴി എന്ന് ചിന്തിച്ചിരിക്കുന്ന വെള്ളക്കാരന്റെ ചെവിയിലേക്ക് കറുത്തിരുണ്ട ആചാന ബാഹുവായ ഒരു മനുഷ്യൻ ഒരു അരിവാളുമേറ്റി ദിവസവും മലകേറിയിറങ്ങുന്നു എന്ന വാർത്തയിൽ എങ്ങനെയാണ് അവനൊരു പോറൽ പോലും ഏൽക്കാതെ കുന്നു കയറി തിരിച്ചെത്തുന്നത്? ആരാണ് അയാളെ തിരഞ്ഞിറങ്ങിയ സാഹിബിന്റെ പടയാളികൾക്കെല്ലാം കിട്ടിയത് ഒരേ ഒരു ഉത്തരം. അതാണ് കാടിന്റെ മിടിപ്പറയുന്ന കരിന്തണ്ടൻ മൂപ്പൻ. ചോദിച്ചവർക്കെല്ലാം അയാളെ കുറിച്ച് 100 നാവായിരുന്നു. അന്തിയുറങ്ങി നേരം വെളുപ്പിച്ച് സായിപ്പും കൂട്ടരും അവസാനം ആദിവാസി പണിയ ഗോത്രത്തിന്റെ മൂപ്പനായ കരിന്തണ്ടനെ കണ്ടെത്തി സഹായത്തിനായി അഭ്യർത്ഥിച്ചു. എങ്കിലും മണ്ണും മലയും തീണ്ടിത്താകരുത്. പാതയൊരുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്നാൽ എന്റെ മണ്ണും മലയും തീണ്ടരുത്. കാടിനെയും ഊരിനെയും ഇനി ഉപദ്രവിക്കരുത്. കാടിനുള്ളിൽ നിധി കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കരുത് എന്ന് പറഞ്ഞ് മൂപ്പൻ അങ്ങനെ ഉണ്ടാവില്ലെന്ന് സായിപ്പ് ഉറപ്പു കൊടുത്തു. കാടിന്റെ മകന് പക്ഷേ നാടിന്റെ കച്ചവടവും കളവും അറിയില്ലല്ലോ. ആ ഉറപ്പിനെ വിശ്വസിച്ച് പിറ്റേന്ന് അതിരാവിലെ മൂപ്പനും അവരുടെ കൂടെ ഇറങ്ങി.
പോരാളിയാണ് കരുതണ്ട്. ലോകം നിന്നെ വാഴ്ത്തുമാറ്റും. കാടിനോട് പൊരുതി കനകത്തിലേക്കുള്ള വഴി കാണിച്ചവനായി നീ എന്ന കറുത്തവൻ അറിയപ്പെട്ടിരിക്കും. എന്നാൽ അവിടെ ഞാൻ തോൽക്കും. ഈ വഴിയൊരുക്കുവാൻ വേണ്ടി ഞാൻ ഒഴുക്കിയ വിയർപ്പിനും കണ്ട കിനാവുകൾക്കും യാതൊരു അർത്ഥവുമില്ലാതെയാണ്. നിന്റെ ധീരത മാത്രം പിന്നീട് തൂലികയാൽ പകർത്തപ്പെടും. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ആരും വഴി ഒഴുക്കില്ല. I don't want to miss this chance.